അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. നിങ്ങൾക്ക് ഈ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും, കഴിഞ്ഞ ആഴ്ച ഞാൻ കൂവപ്പൊടി ഉണ്ടാക്കിയിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ റിയൽ കൂളിംഗ് ജ്യൂസിൻ്റെ കാര്യം. അപ്പോൾ വൈകാതെ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 6 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 3-4 തവി പാലൊഴിച്ച് കൂവപ്പൊടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ഈ കൂവപ്പൊടി ഉണ്ടാക്കിയിരുന്ന സമയത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിരുന്നു, അതുകൊണ്ട് തന്നെ വേഗം മിക്സായി കിട്ടിയിട്ടുണ്ട്. മിക്സാക്കിയത് മാറ്റി വെച്ചതിന് ശേഷം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സാക്കിയ കൂവപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇത് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം, അടിയിൽ പിടിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തവി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിച്ചു വരട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായി തണുത്ത് വരട്ടെ, എന്നിട്ടാണ് നമ്മൾ ജ്യൂസ് റെഡിയാക്കുന്നത്. ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സി ജാർ എടുത്ത് ബാച്ചായിട്ട് അടിച്ചെടുക്കാം. ഇതിൽ കട്ട പിടിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കാനാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. മിക്സിയിൽ അടിക്കുമ്പോൾ ഇതൊന്ന് പതഞ്ഞു വരികയും ചെയ്യും. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ 2 ബാച്ചും അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കണം. അപ്പോഴേക്കും ഞാൻ ഇതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ഏത് നിങ്ങൾക്കിടാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ആദ്യം ആപ്പിൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. പിന്നെ കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കാഷ്യൂ നട്ട്സും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ഏത് നിങ്ങൾക്കിടാം. പിന്നെ നിങ്ങൾ പൈനാപ്പിൾ ആണ് ഇടുന്നതെങ്കിൽ അത് കട്ട് ചെയ്തതിന് ശേഷം അല്പം പഞ്ചസാരയും വെള്ളവും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇടാവൂ. അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസിന് കയ്പ്പരസം വരും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കൂവപ്പൊടി വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയൂല. അത്രയും ടേസ്റ്റാണ് ഈ റിയൽ കൂളിംഗ് ജ്യൂസിന്. ഇനി റമദാനൊക്കെ വരികയാണല്ലോ, അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നോമ്പിൻ്റെ ക്ഷീണം മാറാനും നമ്മുടെ ശരീരം ഹെൽത്തി ആയിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതേപോലുള്ള ഹെൽത്തി ഡ്രിങ്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹെൽത്തി ആണെങ്കിലും സാധാരണ മിക്ക ആളുകൾക്കും ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒന്നും ഇഷ്ടപ്പെടാറില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കൂവപ്പൊടി ഈസിയായി വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ നല്ല റിയൽ കൂളിംഗ് ജ്യൂസ് തന്നെയാണ്. നിങ്ങൾ പുറത്തുനിന്ന് കൂവപ്പൊടി വാങ്ങുകയാണെങ്കിൽ നല്ല കമ്പനി നോക്കിയേ വാങ്ങാവൂ. വീട്ടിലുണ്ടാക്കിയ കൂവപ്പൊടി ആയതുകൊണ്ട് ഒരു പേടിയും കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു മായവും ഉണ്ടാവില്ലല്ലോ. വീട്ടിലുള്ളവരാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാലും അവനവൻ്റെ ആവശ്യത്തിന് കുറച്ച് കൂവപ്പൊടി വീട്ടിലുണ്ടാക്കാൻ നോക്കുക.
ഇതിൻ്റെ ഔഷധ ഗുണം കൊണ്ടും ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഇതിന് ഇത്രയും റേറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.